ചങ്ങായിമാരെ, ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മളെ നാട്ടിലെ ചാണക സംഖ്യകളില്ലേ അവർക്കാണ് സമർപ്പിക്കുന്നത്. ആ എല്ലാ ചാണകങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. അൻസാരി ഉസ്താദ് ഉണ്ടല്ല, ചാണകങ്ങളെ നിങ്ങളുണ്ടല്ല ഇന്നൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പും നാണവും മാനവും ബാക്കിയുണ്ടെങ്കിലല്ല അൻസാരി ഉസ്താദിന്റെ വെല്ലുവിളി ഉണ്ടല്ല, ആ വെല്ലുവിളി സ്വീകരിക്കണം. നിങ്ങൾക്ക് ഉളുപ്പും നാണവും മാനവും ഇല്ലാന്നറിയാം, എന്നാലും ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലല്ല ആ വെല്ലുവിളി സ്വീകരിച്ചേ പറ്റൂ. നിങ്ങൾ വേറൊരു കാര്യം, ഉസ്താദ് ഉണ്ടല്ല ഇതൊരു വെല്ലുവിളിയായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഞാനിത് ചാണക സംഖ്യക്ക് ഒരു വെല്ലുവിളിയായിട്ടാ പറയുന്നത്. അതായത് 2 ദിവസം മുന്നേ സൂര്യ എന്ന പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടി കണ്ടല്ല സഹായത്തിന് വേണ്ടി ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉസ്താദിന്റെ നേതൃത്വത്തിലുണ്ടല്ല 28 ലക്ഷം രൂപയുണ്ടല്ല പിരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി 38 ലക്ഷം രൂപയുണ്ടല്ല ആ കുട്ടിയുടെ ചികിത്സക്ക് വേണ്ടി വരുന്നതെന്ന് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് ചാണക സംഖ്യകൾ നിങ്ങളുണ്ടല്ലോ 38 ലക്ഷം രൂപയുണ്ടല്ല പുല്ലുപോലെ പിരിപ്പിച്ചിട്ട് ഉസ്താദിന്റെ മുന്നിലുണ്ടല്ല നിങ്ങളെ കഴിവങ്ങ് കാണിക്കുക. അതായത് നിങ്ങൾ ഇപ്രാവശ്യങ്ങളുണ്ടല്ല നിങ്ങൾ വെറും ചാണകങ്ങളല്ലാന്ന് ഒന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പിലെ ഉസ്താദിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ മുമ്പിൽ ഈ വീഡിയോ എത്തുന്നതുവരെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. നിങ്ങൾക്കൊക്കെ അറിയാം, സൂര്യമോള് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ധനസമാഹരണം നടത്തി 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ആ കുട്ടിയെ നാളെ കിംസ് ഹോസ്പിറ്റലിൽ ആ കുട്ടിയുടെ അടിയന്തരമായ ശസ്ത്രക്രിയ നടക്കാൻ പോവാണ്, കരൾമാറ്റ ശസ്ത്രക്രിയ. പ്രാർത്ഥിക്കാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മൊത്തവും 38 ലക്ഷം രൂപയാണ് വേണ്ടത് ആ കുട്ടിയുടെ ചികിത്സക്ക്. 28 ലക്ഷം രൂപ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ജാതിമത ഭേദമന്യേ നമ്മളെല്ലാം കൂടി സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈസ, ഈ 38 ലക്ഷം രൂപക്ക് 28 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങളെല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുക്കളും ഉണർത്താൻ വേണ്ടി നടക്കല്. ഇത് വെല്ലുവിളിയൊന്നുമില്ല, അഭ്യർത്ഥനയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഈ ധനസമാഹരണം മാത്രമല്ല, വ്യക്തിഗതമായി പലരെയും കണ്ടും ആ പാവപ്പെട്ടവൻ ഒരു 10,000 രൂപ കിനാവ് കാണാൻ കഴിയാത്ത സുനിലേട്ടന് തന്റെ മകൾ സൂര്യക്ക് വേണ്ടി നമ്മൾ 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ഇനി ബാക്കി പൈസ ഇത് സൂര്യമോളാണ്, സുഹറ ബീബി അല്ല. ലക്ഷ്മികാനത്ത്, ശശികല ടീച്ചർ, പിന്നെ ഈ കാണുന്ന സഹകരണത്തോട് പറയാണ്, സുഹറ ബീബി അല്ല, സൂര്യയാണ്. നമ്മൾ ജാതി മതം നോക്കിയിട്ടല്ല, മനുഷ്യനാണെന്നുള്ള നിലക്കെ ചെയ്തിട്ടുള്ളത്. ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. 10,000 രൂപ കിനാവ് കാണാൻ പറ്റാത്ത സുനിലേട്ടൻ ആ കുട്ടിയെയും കൊണ്ട് 28 ലക്ഷം രൂപ നിങ്ങളെല്ലാം കൂടെ പിരിച്ചു കൊടുത്ത പൈസ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ബാക്കി പൈസ കൂടി കൊടുക്കണം. ആ മനുഷ്യന്റെ വോയിസ് നിങ്ങൾക്ക്. ഉസ്താദെ, ഞാൻ സൂര്യയുടെ അച്ഛനാണ്. ഇവിടെ കിംസ് ഹോസ്പിറ്റലിൽ എമർജൻസിയിൽ മോളെ ഓപ്പറേഷന് ടെസ്റ്റ് ചെയ്യാൻ വിളിച്ച്. ഇതെങ്ങനെയാണ് സംസാരിക്കണമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ അന്ന് വീഡിയോ ആയിട്ട് അതെല്ലാം കൂടെ 28 ലക്ഷം രൂപയോളം വന്നു. പക്ഷെ അതൊന്നും തികയത്തില്ല ഉസ്താദ്. ഇനിയും 38 ലക്ഷം രൂപകളൊക്കെ ആവുമെന്ന് പറയുന്നു. അത് പറയാം, എനിക്കിത് അങ്ങനെ പറഞ്ഞു മനസ്സിലായി. ശബ്ദം ഇടർന്ന് കണ്ടല്ലോ, പതർന്ന് കണ്ടല്ലോ. ഹിന്ദുവിന്റെ മനസ്സ് വേദനിക്കുകയാണ്. ഇപ്പോഴാണ് നിങ്ങൾ ഹിന്ദുവിനെ ഉണർത്തേണ്ടതും ഹിന്ദുവിനൊപ്പം നിൽക്കേണ്ടതും. വെല്ലുവിളിയൊന്നുമല്ല, ദയാവായ്പോടുകൂടി കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ് ആ പാവപ്പെട്ട സുനിലേട്ടന്റെ മോളെ ഒന്ന് രക്ഷിക്കാൻ. ബാക്കി നിങ്ങൾ തയ്യാറാകണം, ഇത് ഏറ്റെടുക്കണം. എന്റെ ദയാവായ്പോടുകൂടിയുള്ള കൂപ്പുകയാണ്. ചാണക സംഖ്യകൾ ഈ സംഭവം ഏറ്റെടുക്ക്. ആ കുഞ്ഞിന്റെ ചികിത്സാ ചെലവുണ്ടല്ല, ചാണകങ്ങളെ നിങ്ങൾ ഏറ്റെടുക്ക്. നിങ്ങളുണ്ടല്ലോ 38 ലക്ഷം രൂപ ഒന്നും ഉണ്ടാക്കണ്ട. പറ്റുമെങ്കിലുണ്ടല്ല ഒരു 3.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പറ്റുമോ? 3.5 ലക്ഷം പോയിട്ടുണ്ടല്ല 3.5 രൂപ ഉണ്ടല്ല, 3.5 രൂപ ചാണകങ്ങളെ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഒന്നാമത് നിങ്ങൾക്കുണ്ടല്ല ഒരാൾക്ക് വേണ്ടി നന്മയുണ്ടല്ല, നന്മ ചെയ്യാൻ വേണ്ടി തീരെ സമയമില്ല. രണ്ടാമത് നിന്നെപ്പോലത്തെ ചാണകങ്ങൾ പോയിട്ട് ആരോടെങ്കിലും ഉണ്ടല്ല എന്തെങ്കിലും സഹായം ചോദിച്ചില്ലേ ഒരാൾ പോലും ഉണ്ടല്ല നിന്നൊന്ന് സഹായിക്കൂല. അതായത് ജീവിച്ചിരിക്കുമ്പോ എപ്പോഴെങ്കിലും നീക്കണ്ടല്ല ആരെങ്കിലും സഹായിച്ചാൽ മാത്രമല്ലേ തിരിച്ച് നിനക്കൊക്കെ എന്തെങ്കിലും സഹായം കിട്ടൂ. അതുകൊണ്ട് നീക്കിയിട്ടില്ല ആ പാവപ്പെട്ട സൂര്യമോക്ക് വേണ്ടിയിട്ടില്ല ഒരു സഹായം ചെയ്യില്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി നമുക്ക് ഉസ്താദിന്റെ ഈ വീഡിയോ എത്താനുണ്ടല്ല ഒരുപാട് നല്ലവരായ ഹിന്ദുക്കളുണ്ടല്ല, സംഖ്യകളെ നല്ലോണം നോക്കിക്കൊണ്ട് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കമന്റുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? അതിൽ ഏറ്റവും മനോഹരമായ കമന്റ് ഇതാണ്. പ്രവീൺ സോനൂർ എന്ന ഒരു ഹിന്ദു സാധാരണയാണ് ഈ കമന്റ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ആ കമന്റ്: മനുഷ്യരോട് പറയൂ ഉസ്താദെ എന്ന്. ഒരു ഹിന്ദുവായ പ്രവീൺ ഷോർണൂർ ഉണ്ടല്ല ഇതിലും മനോഹരമായിട്ട് ചാണക സംഖ്യകളെ നിങ്ങളിടല്ല ഇനി ഊക്കാൻ ബാക്കിയില്ല. അതുകൊണ്ട് സംഖ്യകളെ ഒരു ഹിന്ദു തന്നെയാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ചാണകങ്ങളുണ്ടല്ല മനുഷ്യരല്ല എന്ന്. ഇനി അടുത്ത കമന്റ് കൂടി ഞാൻ വായിച്ചുതരാം. ഈ കമന്റ് ഇട്ടത് മനുപാലാണ്. അതിങ്ങനെയാണ്: നമ്മൾ ഉണരും ഉസ്താദെ രാവിലെ 6 മണിക്ക്. സത്യം, നമ്മുടെ നാട്ടിലെ സംഖ്യയിലുണ്ടല്ല കൃത്യമായിട്ട് 6 മണിക്ക് ഉണരും. എന്നിട്ട് എന്താ പണിയെന്നറിയാം? പച്ച വർഗീയതയും മുസ്ലിങ്ങളെ കുറിച്ചുണ്ടല്ല ഇല്ലാത്ത നുണകളുണ്ടല്ല അത് പ്രചരിപ്പിക്കലുമാണ് ഈ ചാണക സംഖ്യയുടെ പരിപാടി. ഇനി നമുക്കുണ്ടല്ല കുറച്ചുകൂടി മനോഹരമായ കമന്റുകൾ വായിച്ചിട്ട് വരാം. അതിൽ പ്രേമൻ പുന്നാടിന്റെ കമന്റ് ഇങ്ങനെയാണ്: അവരിൽ നിന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാത്തത് കൊണ്ടല്ലേ ഉസ്താദെ അവർ നിങ്ങളെ വിളിച്ചത്.
ഉസ്താദുമാരിൽ നിന്നും ഇസ്ലാമിൽ നിന്നുമാണ് അവർ സഹായം പ്രതീക്ഷിക്കുന്നത്. സംഘികൾക്ക് സോഷ്യൽ മീഡിയയിൽ വൺ അടിക്കാനും മൈക്കിന്റെ മുന്നിൽ വന്ന് പ്രസംഗിക്കാനും അല്ലാതെ സഹായിക്കാൻ അറിയില്ല. അവര് പുല്ല് തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. പ്രേമം പുന്നാട് പറഞ്ഞിട്ടുണ്ടല്ല, വളരെ വളരെ ശരിയാണ്. ഈ ചാണക സംഖ്യയുണ്ടല്ല ഒരാളെ സഹായിക്കൂല. ആരെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം ഉണ്ടല്ല ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാണക സംഘങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുകയും ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്കുണ്ടല്ലോ ഉസ്താദിന്റെ ഈ വീഡിയോ കണ്ടല്ല ഒരു മുസ്ലിം സഹോദരൻ ഒരു മനോഹരമായ കമന്റ് വായിച്ചു തരാം. ആ കമന്റിന് താഴെയുണ്ടല്ല നമ്മൾ അൻസാരി ഉസ്താദല്ല അതിനൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ മറുപടി കേൾക്കുമ്പോഴല്ല ഉസ്താദിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിട്ടില്ല എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വാ. നസീർ അടപ്പള്ളി എന്ന മുസ്ലിം സഹോദരന്റെ പേര്. ഉസ്താദെ, താങ്കളെ കൊണ്ട് സാധിക്കും, ആ മോളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് സുനിലേട്ടൻ താങ്കളെ വിളിച്ചത്. അതുകൊണ്ട് ആ വർഗീയവാദികളുടെ ഫോട്ടോ ഇട്ട് അവരോട് പറഞ്ഞു വായിൽ വെള്ളം വറ്റിക്കാതെ ഉസ്താദ് തന്നെ മുൻകൈ എടുത്ത് ബാക്കി വേണ്ട പണം സമാഹരിച്ചു കൊടുക്കും ഉസ്താദെ. അതിന് നമ്മൾ അൻസാരി ഉസ്താദ് കൊടുത്തൊരു മറുപടി ഞാൻ വായിക്കട്ടെ. എനിക്ക് വയ്യ ഹബീബി, ഉറക്കം പോലും ശരിയാകുന്നില്ല, എല്ലാം നിർത്തുകയാണ്, സ്വന്തം വീട്ടിലെ കാര്യം പോലും നോക്കാൻ കഴിയുന്നില്ല. എത്രമാത്രം വിഷമത്തോടെ ആയിരിക്കും അൻസാരി ഉസ്താദ് ഉണ്ടല്ല ആ കമന്റ് അവിടെ ഇട്ടിട്ടുണ്ടാവുക. നിങ്ങളും നാലിച്ചിക്കട്ടെ പാവപ്പെട്ട ഉസ്താദ് ഉണ്ടല്ല എത്രമാത്രം പാവപ്പെട്ട ഹിന്ദുക്കളെയാണ് സഹായിക്കുന്നത്. ഇത്രയൊക്കെ സാഹചര്യം ഈ ചാണക സംഖ്യകളല്ല നമ്മൾ അൻസാരി ഉസ്താദിനെ വിളിക്കുന്നത് എന്താണെന്നറിയാം, തീവ്രവാദി, സുഡാപ്പി എന്നൊക്കെയാണ് ഈ ചാണക സംഖ്യകൾ നമ്മൾ അൻസാരി ഉസ്താദിനെ ഇപ്പോഴും വിളിക്കുന്നത്. അങ്ങനെ ഒരു വിളി കേൾക്കുമ്പോഴല്ല ഈ പാവപ്പെട്ട ഉസ്താദിന് എത്രമാത്രം വേദന എടുക്കുന്നുണ്ടാവും. അത്രമാത്രം വേദന ഉള്ളതുകൊണ്ട് അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഇതുപോലത്തെ ഒരു കമന്റ് അവിടെ ഇട്ടത്. ഇനി ഉസ്താദിന്റെ വീഡിയോക്ക് താഴെ തന്നെ ചില മുസ്ലിങ്ങളുണ്ടല്ല ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ചില കമന്റ് ഇടുന്നത് ഞാൻ കൃത്യമായിട്ട് കാണാറുണ്ട്. അവർ ഉസ്താദിനെ കുറ്റപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഉസ്താദിനെ പണിയെടുത്താൽ പോലെ എന്തിനാണ് ഉസ്താദ് ഉണ്ടല്ല സംഘപരിവാറിനെയൊക്കെ വിമർശിക്കാൻ നടക്കുന്നത്, അതൊരു ഉസ്താദിന് ചേർന്ന പരിപാടിയല്ലാന്നാണ് ആ മുസ്ലിം സഹോദരങ്ങളുണ്ടല്ല ഉസ്താദിനെ പറഞ്ഞ് കുറ്റപ്പെടുന്നത്. അങ്ങനെ ഉസ്താദിനെ കുറ്റപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട് എനിക്ക് ഒന്നേ പറയാളൂ, ഉസ്താദ് ഉണ്ടല്ല ഉസ്താദിന്റെ കടമ തന്നെയാണ് ചെയ്യുന്നത്. ഉസ്താദിന്റെ അടിക്കേണ്ടല്ല പാവപ്പെട്ട സഹായം ചോദിച്ചു പോകുമ്പോഴല്ല ഉസ്താദിനുണ്ടല്ല അവരെ മടക്കി കഴിക്കാൻ കഴിയില്ല. ഉസ്താദ് ഉണ്ടല്ല അവരെ നെഞ്ചോട് ചേർത്തിട്ട് അവരെ സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് ഉസ്താദിന്റെ മനസ്സിലുള്ള നന്മയുടെയും ഉസ്താദ് പഠിച്ച ഖുർആനുണ്ടല്ല അതിന്റെയൊക്കെ ഉണ്ടല്ല നന്മയാണ്. അപ്പൊ ഇത്രയും നന്മ ചെയ്യുമ്പം ഇത്രയും നന്മ ചെയ്ത ആൾക്കാരുണ്ടല്ല ചാണക സൈക്കിൾ വന്നിട്ട് വെറുതെ കുറ്റം പറയും തെറി വിളിക്കുമ്പോഴല്ല ഉസ്താദിനെ പോലെ ഒരാളുണ്ടല്ല ചിലപ്പം നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് അൻസാരി ഉസ്താദ് ചില സമയങ്ങളിൽ ചാണക സൈക്കിളില്ല നല്ല ചുട്ട മറുപടി കൊടുക്കുന്നത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച ഉസ്താദ് ചെയ്ത് ഈ വീഡിയോ കണ്ടില്ല, ഈ വീഡിയോക്ക് ഒരു ചാണക സൈക്കിൾ ഉണ്ടല്ല ഒരു റിയാക്ഷൻ ചെയ്യില്ല. അതായത് ചാണക സംഖ്യ ഒരുത്തനുണ്ടല്ല ഈ വീഡിയോ കണ്ടതായി നടിക്കുകയില്ല. നമ്മൾ വിശകലമടം പിന്നീടല്ല അയോധ്യയിൽ ചാണക സംഖ്യകള് സ്വർണം കണ്ടതിന് ശേഷമുണ്ടല്ല ഉറക്കത്തിലാണ്, നല്ല ഒന്നൊന്നര ഉറക്കത്തില്. പിന്നെ ഉസ്താദിന്റെ എല്ലാ വീഡിയോക്ക് റിയാക്ട് ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു സാധനമുണ്ട് ലസിത പാലക്കൽ. അവളുണ്ടല്ല ഈ വീഡിയോ കണ്ടതായിട്ട് ഭാവിക്കുകയില്ല. പിന്നെ ലസിത പാലക്കലിനെയും കാട്ടി വലിയൊരു വാണനുണ്ട്, ഓന്റെ പേരുണ്ടല്ലോ അവൻ തന്നെ വിളിക്കുന്നത് ഭാരതി എന്നാണ്. ഞാൻ ഭാരതീയനെന്ന് എനിക്ക് തോന്നാറുണ്ട് അവൻ ഭാരതീയനാണെന്ന് അവന് തന്നെ നല്ല സംശയമുണ്ട്. ആ ഭാരതീയൻ എന്ന് പേരുള്ള പല നാറികളല്ല കൊച്ചു കുട്ടികൾക്കെതിരെയുണ്ടല്ല വൃത്തികെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട്. ആ പരനാറിയാണ് അൻസാരി ഉസ്താദിനെ എപ്പോഴും തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ആ പരനാറി ഭാരതീയനുണ്ടല്ല അൻസാരി ഉസ്താദ് ചെയ്താ ഈ വീഡിയോ കാണുമില്ല, ഇതിനെതിരെയുണ്ടല്ല ഒരക്ഷരം ഉണ്ടുമില്ല. അതുകൊണ്ട് അൻസാരി ഉസ്താദിന് ഒരുപാട് വേദന ഉണ്ടെങ്കിലും ഉസ്താദ് തന്നെയുണ്ടല്ല ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മുന്നിട്ട് ഇറങ്ങുന്ന എല്ലാ പ്രതീക്ഷ എനക്കുണ്ട്. ഉസ്താദ് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരുപാട് വിഷമം അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് ഉസ്താദ് ഉണ്ടല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും ഉസ്താദ് തുടങ്ങിയ ഈ ഉദ്യമം ഉണ്ടല്ല ഉസ്താദ് തന്നെ പൂർത്തീകരിക്കുന്നത് നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം. കാരണം ഉസ്താദ് നല്ലവരായ മുസ്ലിങ്ങളല്ലാതെ ആ സൂര്യമള സഹായിക്കാൻ വേണ്ടി ഒരൊറ്റ ചാണക സംഖ്യകൾ വരൂല. നല്ലവരായ ഹിന്ദുക്കളുണ്ടല്ലോ അവരെ കൊണ്ട് ആവുന്നത് ചെയ്യും. പക്ഷെ ചാണക സംഖ്യകൾ അതുപോലും ചെയ്യൂല. അപ്പൊ ഒരിക്കൽ കൂടി എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.